നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബെറ്റോ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം സ്പോർട്ടിംഗ് സിപ്പിയിലൂടെ വളർന്നവരാണ്. പിന്നെ അവരൊരുമിച്ച് പോർച്ചുഗലിലെ ദേശീയ ടീമിൽ കളിക്കുകയുണ്ടായി. 42കാരനായ മുൻ പോർച്ചുഗീസ് ഗോൾ കീപ്പർ ബെറ്റോ CR7 12 വയസ്സിലെ ഒരു സംഭവം എടുത്തു പറയുന്നുണ്ട്. ഇപ്പോൾ അതിൽ തന്നെ കാണാം CR7 മെൻറ്റാലിറ്റി എന്തായിരുന്നു എന്നും എങ്ങനെ അദ്ദേഹം ലോകത്ത് ഇന്ന് ഈ നിലയിലേക്ക് എത്തി എന്നതും. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. ബെറ്റോ പറയുന്നു, ക്രിസ്ത്യാനോക്ക് 12 വയസ്സുള്ള സമയത്ത് അവൻ ജിമ്മിൽ വളരെ നേരത്തെ എത്തുമായിരുന്നു. ഈവൻ സെക്യൂരിറ്റി ഗാർഡ്സിന് അവൻ്റെ അന്നത്തെ ആ ഒരു ശ്രമങ്ങൾ അത്ഭുതകരമായിരുന്നു. ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് ബോയ് നീ ഇത്ര രാവിലെ വന്നുകൊണ്ട് ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് എന്താണ്, എന്ത് കാര്യമാണ് നീ ചെയ്യുന്നത്? അതിന് അവൻ്റെ മറുപടി അന്നുണ്ടാവാറ്, ഞാൻ ലോകത്തെ നമ്പർ 1 പ്ലെയർ ആവാൻ പോകുന്നു, ഐ ആം ഗോയിങ് ടു ബി ദി ബെസ്റ്റ് ഇൻ ദി വേൾഡ്, ഞാൻ ലോകത്തെ ബെസ്റ്റ് പ്ലെയർ ആകാൻ പോകുന്നു എന്നതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഇത്രയധികം അഡ്മയർ ചെയ്യുന്നത്. അദ്ദേഹത്തിന് ടാലൻ്റ് ഉണ്ടായിരുന്നു, അതിൽ സംശയമില്ല. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിനൊരു ലക്ഷ്യം മനസ്സിൽ കുറിച്ചു, അതിനുവേണ്ടി പരിശ്രമിച്ചു, അതിലേക്ക് എത്തുകയും ചെയ്തു. അതാണ് CR7 മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്ന് ബെറ്റോ പറയുന്നു. അതിരാവിലെ മറ്റുള്ളവരൊക്കെ എത്തുന്നതിന് മുമ്പ് 12 വയസ്സിൽ CR7 ജിമ്മിലുണ്ടാകുമായിരുന്നു. അതിൻ്റെ കാരണം അന്നേ ആ കുഞ്ഞു മനസ്സിലെ കാര്യം ഉറപ്പിച്ചിരുന്നു, ലോകത്തെ നമ്പർ 1 പ്ലെയർ ആയി താൻ മാറുമെന്ന്, ബെസ്റ്റ് ഇൻ ദി വേൾഡ് ആയിട്ട് മാറുമെന്ന്. മനസ്സിലൊരു ലക്ഷ്യം കുറിച്ചു, അതിനുവേണ്ടി കാര്യങ്ങൾ ഷേപ്പ് ചെയ്തെടുത്തു, അതിനുവേണ്ടി പരിശ്രമിച്ചു, അതിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള സുന്ദരമായിട്ടുള്ള എന്നാൽ ഹാർഡ് വർക്കിൽ പൂത്ത വിജയത്തിൻ്റെ കഥയാണ് CR7 നമ്മുടെ മുന്നിലേക്ക് വെക്കാനുള്ളത്. അതാണിപ്പോൾ ബെറ്റോയും സാക്ഷ്യപ്പെടുത്തുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.